മലയാളത്തിൻ്റെ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ഞാൻ ബറോഷ്. എനിക്കറിയാം ആർക്കും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന ഒരു സിനിമ. പക്ഷേ എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം ഈ ഏറ്റവും പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ ഏതെന്ന് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലാലേട്ട സംവിധാനം ചെയ്ത സിനിമ കാണാൻ തന്നെയാണ് ആഗ്രഹം. അത് മാത്രമല്ല, അതിനപ്പുറം നമ്മൾ പണ്ട് പോലെ മോഹൻലാലിനെ കണ്ടു വളർന്നവരല്ലേ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പുള്ളി പോയിരിക്കുമ്പോൾ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കാണുമ്പോൾ അറിയാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരാം. എങ്ങനെയുണ്ടായി? അടിപൊളി അടിപൊളി. പ്രതീക്ഷ പോലെ നൈനു ആകപ്പാടെ പടം കണ്ട് അപ്സെറ്റ് ആയിപ്പോയി. നിനക്ക് എങ്ങനെ ഉണ്ടായി? കൊള്ളാം. അതായത് ഒരു കഥ சொல்லட்டுமா? മോഹൻലാൽ എന്ന് പറയുമ്പം ഈ പണ്ട് ഈ 80s കാലഘട്ടത്തിൽ ദളപതി എന്നുള്ളൊരു സിനിമ 3 കോടി ബഡ്ജറ്റിനാണ് വന്നത്. അതായത് ആ സമയത്ത് ഏറ്റവും വലിയ ബഡ്ജറ്റുകളിലൊന്നായിരുന്നു ആ 3 കോടി എന്ന് പറയുന്നത്. അപ്പം ആ സിനിമ, ആ പടത്തിൽ രജനീകാന്തൊക്കെ വന്നിട്ടാണ് അത്രയും വലിയ ബഡ്ജറ്റ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയായിരുന്നു. അത് 10 കോടിയും കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് പ്രണവ് ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാൽ കാലാപാനി എന്നൊരു സിനിമ ഏകദേശം 5 കോടി രൂപയോളം മുടക്കി ഇറക്കാൻ തയ്യാറായത്. കാരണം ആ പടം അത്രയും കളക്ട് ചെയ്യില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യ പടം എടുക്കണമെന്നുള്ളൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രണവ് ആർട്സിൻ്റെ ഒരുപാട് സിനിമകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതിലൊക്കെ ഇത് തിരിച്ച് നമുക്ക് പൈസയുടെ ബെനിഫിറ്റ് കിട്ടുമെന്നല്ലാതെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥ ഒരു ഉദാഹരണമാണ്. അതുപോലെ അദ്ദേഹം സംസ്കൃത നാടകം ചെയ്തത് നമുക്കറിയാം. അവരുടെ ഒരു ഭാഷയാണ്. ഡയലോഗ് തെറ്റിക്കഴിഞ്ഞ് എന്ത് ചെയ്യും ലൈവായിട്ട് കാണിക്കുന്ന ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് അത്രയും ചെയ്ത മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ ഒരു സിനിമ എടുത്ത് വരുമ്പോഴേക്കും അതൊരു മലങ്കൾട്ട് അമ്മാവൻ പടമാണെന്നൊക്കെ വിചാരിച്ച് ട്രോളാൻ വേണ്ടി ഇരിക്കണവന്മാരൊക്കെ അങ്ങ് പായ മടക്കിക്കൊള്ളിയും. ഇന്നേ വരെ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് വിഷ്വലി ഇത്രയും സ്പെക്ടാക്കിൾ ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഫ്രെയിംസ്, ഓരോ ഫ്രെയിംസും അങ്ങനെയാണ് ഈ സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം ഇന്നാ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട്. അത്ര രീതിയിൽ ഇതിൻ്റെ CG എഫക്റ്റാണ്. ഈ CGയുടെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ഊടു എന്നൊരു സാധനമുണ്ട്. ഇതിൻ്റെ മറ്റേ ഒരു ചാക്കിൽ കെട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു CG ക്യാരക്ടറൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മാത്രം കാണിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ലിപ് മൂവ്മെൻ്റ് ഒന്നും അതുപോലെ ഒന്നും വരെയൊന്നുമില്ല പലയിടത്തും ചെയ്യുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ അതിൻ്റെ ലിപ് മൂവ്മെൻ്റ് ആയാലും അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയാലും ഒക്കെ ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പല സീനിലും എനിക്ക് വോ ഫാക്ടർ അടിച്ചു. അതിലെല്ലാം ഉപരി എനിക്ക് സിനിമ കണ്ട് അവസാനമൊക്കെ ആയപ്പം ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. കുറേ സീനുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഹൻലാൽ എന്നുള്ള ഒരു നടനെ കാണുന്നത് ഒരു നടൻ എന്നുള്ള രീതിയിലല്ല. ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ, നമ്മുടെ ഒരു സുഹൃത്ത്, അയാൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി ഇരിക്കുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ ലാലി സംഭവത്ത് എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഇയാളെ കുളവാക്കുമോ എന്നുള്ളൊരു ഫീലാണ്. അപ്പം മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് ഉടനീളം വന്നിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3D എഫക്റ്റ് ആണെങ്കിലും വിഷ്വൽ സൈഡാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു വിഷ്വൽ സ്പെക്ടാക്കിളാണ് ഈ സിനിമ. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എൻ്റെ കൊച്ചിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സൂപ്പർ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. അവസാനമായപ്പോൾ ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് വന്ന് കുറച്ച് പേടിയൊക്കെ വന്നായിരുന്നു. അത് അത്രയും രീതിയിൽ സിനിമ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രഫി, അപ്പോൾ ലാലേട്ടൻ പറയുന്നു സന്തോഷ് ശിവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുമ്പോൾ എന്തെങ്കിലും മാജിക് ചെയ്തു വയ്ക്കുന്നു. ഇതിൽ ഉടനീളം ആ മാജിക് കാണാനുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് രാമൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങേർക്ക് വേണമെങ്കിൽ ഒരു മാസ പടം നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ചുമ്മാ വേറെ ആരെങ്കിലും കോൺടാക്ട് ഡയറക്റ്റ് ചെയ്ത് പേരിൽ മോഹൻലാൽ എന്നുള്ള രീതിയിൽ എഴുതി വെക്കരുത്. പക്ഷേ അങ്ങനെ അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹം ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റൽ ഒരു ഫാൻറ്റസി പടം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് സക്സീഡ് ആയിട്ടുണ്ട്. അത് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ സീനിൽ എനിക്ക് ഈ പടത്തിൽ വോ ഫാക്ടർ അടിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈൻ ആണെങ്കിലും സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് കിളിയൻ, അമേരിക്കയിലുള്ള എല്ലാം ഈ വിദേശികളാണ്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂറുണ്ട് കേട്ടോ. ആൻ്റണി പെരുമ്പാവൂർ, ലാലേട്ടൻ, പിന്നെ വേറെ ആരായിട്ടുള്ള മലയാളി എന്ന് പറയും, മറ്റേ സ്പോയിലർ പറയണ്ട, ഒരു ക്യാമിയോ ഉണ്ട്, ഞാൻ പറയില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ടെക്നീഷ്യൻ ആണെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ വിദേശികളാണ്. ഇതിൽ ഇസയുടെ ക്യാരക്ടർ ചെയ്ത ഒരു കൊച്ചുണ്ട്, മായാറാവു. പക്ഷേ അതിൻ്റെ ലിപ്പും അഭിനയമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. കുറേ പേരുടെയൊക്കെ അഭിനയമൊക്കെ പോകുന്നുണ്ട്. അതൊന്നും വലിയ സീനൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് സ്ലോ ആവുന്ന പോലെയും പിന്നെ ഫൈറ്റൊക്കെ കുറച്ചുകൂടി നന്നാക്കാൻ തോന്നി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വലിയ നെഗറ്റീവ് ഒന്നും അല്ലടേ. ഇത് നമുക്ക് തിയേറ്ററിൽ ഒരു കൊച്ചിലെ ബാലരമ മറ്റേ സാധനമായിട്ടുള്ള മായാജാല കഥകളൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീൽ, ഒരു മുത്തശ്ശി കഥ കാണുമ്പോൾ അങ്ങനെ കണ്ടു നിൽക്കാവുന്ന ഒരു സിനിമയാണ്. അതുപോലെ കഥാപരമായിട്ട് നോക്കിയാൽ ഒരു കുഞ്ഞ് മുത്തശ്ശി കഥ, അതിൽ അതിൻ്റേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ ബറോസും ഇസയും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ബറോസും ഈ വൂഡും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൊച്ചിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? അപ്പം കൊച്ചി ഇസേ
എക്സ്പ്രഷൻ ഒന്നും അത്ര ശരിയായി. ക്യൂട്ടല്ലേ ഉള്ളൂ കാണാൻ. ഒരു അണ്ടർ വാട്ടർ ഒരു പാട്ട് അത് നല്ല രസമല്ലേ, അണ്ടർ വാട്ടറിൽ വരുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊരു ഫാസ്റ്റ് പേസിലൊന്നും പോകാനൊന്നുമില്ല കേട്ടോ. സ്ലോയിൽ ഒരു കഥ പറയും പോലെ തന്നെ ആ ഒരു ഫീൽ തന്നെയാണ് പോകുന്നത്. പിന്നെ പാട്ടുകൾ കേട്ട സമയത്ത് ഇസബലയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ക്രിഞ്ചായിരുന്നു. പക്ഷേ ഇതിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. ലിഡിയൻ നാദസ്വരം ചെറുക്കൻ തകർത്തിട്ടുണ്ട്. പാട്ടുകൾ ഈ നമുക്ക് ജുക്ക് ബോക്സിൽ കുറേ പാട്ടുകളുണ്ട്, അത്രയും പാട്ടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളതൊക്കെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പേരൊക്കെ വായിക്കൊള്ളത്തെ പേരുടെ അതൊക്കെ ഞാൻ പറയില്ല. ഓവറാൾ ഞാൻ ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള ഇതൊന്നും പറയണമല്ല. വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. മലയാളത്തിൽ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഇതിൻ്റെ CGI വർക്ക് ടോപ്പ് നോച്ചാണ്. നമ്മൾ ഈ സാധാരണ പ്രതീക്ഷിക്കും പോലെ ഒരു മലയാള സിനിമ പ്രതീക്ഷിക്കും പോലെ അല്ല, അതിനപ്പുറം ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. CGI ആണെങ്കിൽ ടെക്നിക്കലി എല്ലാം ഒരു രക്ഷയില്ല. ഡയറക്ഷൻ വൈസും നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഡിവിഷനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സന്തോഷ് കൂടി ചേരുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സാധാരണ ക്രിസ്മസിന് വരുന്ന ലാലേട്ടൻ പടമൊന്നും നിരാശപ്പെടുത്താറില്ല. ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്നവർക്കൊക്കെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. എനിക്കൊരു ചെറിയ എക്സ്പെക്റ്റേഷൻ ഈ സിനിമയിലുണ്ടായിരുന്നു. ഓവറാൾ മലയാളത്തിൻ്റെ മോഹൻലാൽ ഹി ഹാസ് പ്രൂവൺ. നമുക്കൊരു പ്രൗഡായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ബറോസ്. എന്തരാ വരട്ടെ.